ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിനിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു സീരീസിലുള്ളത്. 2026 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2026 മെയ് ജൂൺ മാസങ്ങളിലെ PSC ബുള്ളറ്റിനിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് പോകും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോയിലേക്ക് പോകാം. പ്രൊഫസർ കെടാംകുളം കരുണാകരൻ പുരസ്കാരത്തിന് അർഹനായത് കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയാണ്. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരത്തിന് അർഹനായത് കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയാണ്. സാഹിത്യകാരൻ സാമുവൽ മേനയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള സാമുവൽ മേന പുരസ്കാരത്തിന് അർഹനായത് സംവിധായകൻ ബ്ലസ്സിയാണ്. സാഹിത്യകാരൻ സാമുവൽ മേനയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള സാമുവൽ മേന പുരസ്കാരത്തിന് അർഹനായത് സംവിധായകൻ ബ്ലസ്സിയാണ്. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ മലയാള വിഭാഗത്തിലെ യുവ പുരസ്കാരത്തിന് അർഹയായത് എഴുത്തുകാരി ജിൻഷ ഗംഗയാണ്. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ മലയാള വിഭാഗത്തിലെ യുവ പുരസ്കാരത്തിന് അർഹയായത് എഴുത്തുകാരി ജിൻഷ ഗംഗയാണ്. 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹയായത് നോവലിസ്റ്റ് R രാജശ്രീയാണ്. 2026 പത്മപ്രഭ പുരസ്കാര ജേതാവ് നോവലിസ്റ്റ് R രാജശ്രീയാണ്. 75,000 രൂപയും പത്മരാഗക്കല്ല് പതിപ്പിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരത്തിന് അർഹനായത് കഥകളി ഗായകൻ കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരത്തിന് അർഹനായത് കഥകളി ഗായകൻ കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. ഈ വർഷത്തെ അക്കിത്തം പുരസ്കാരത്തിന് അർഹനായത് കവി V മധുസൂദനൻ നായരാണ്. 2026 അക്കിത്തം പുരസ്കാര ജേതാവ് കവി V മധുസൂദനൻ നായരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിന്റെ വംശം മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വംശം എന്ന നാടകമാണ്. സംവിധാനം ചെയ്തത് സുരേഷ് ദിവാകരനാണ്. തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിന്റെ നാടകമാണ് വംശം. പീറ്റർ മജാർ ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രി പീറ്റർ മജാർ ആണ്. ബീഹാറിന്റെ മുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരി. ബീഹാർ മുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരിയാണ്. ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭാ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭാ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായിട്ടാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം രാജ്യസഭാ ഉപാധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ആദ്യമായിട്ടാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം രാജ്യസഭാ ഉപാധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. രാജ്യസഭാ സെക്രട്ടറിയായി നിയമിതനായത് KS സോമശേഖർ ആണ്. രാജ്യസഭാ സെക്രട്ടറി KS സോമശേഖർ. റോമൻ ഗോഫ്മാൻ ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ തലവനായി നിയമിതനായി. റോമൻ ഗോഫ്മാൻ ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ തലവനായിട്ട് നിയമിതനായി. ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിൽ ഓസ്ട്രേലിയൻ ആർമിയുടെ പ്രഥമ വനിതാ മേധാവിയായി ചുമതലയേറ്റു. ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിൽ ഓസ്ട്രേലിയൻ ആർമിയുടെ പ്രഥമ വനിതാ മേധാവിയായി ചുമതലയേറ്റു. കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡിൽ ലഫ്റ്റനന്റ് ജനറൽ റാങ്കിൽ ചീഫ് ഓഫ് സ്റ്റാഫായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം സ്വദേശിയായ ലഫ്റ്റനന്റ് ജനറൽ CJ ജയചന്ദ്രനാണ്. കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡിൽ ലഫ്റ്റനന്റ് ജനറൽ റാങ്കിൽ ചീഫ് ഓഫ് സ്റ്റാഫായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം സ്വദേശിയായ ലഫ്റ്റനന്റ് ജനറൽ CJ ജയചന്ദ്രനാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അശോക് ലാഹിരി നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനായി നിയമിതനായി. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ അശോക് ലാഹിരിയാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ
അശോക് ലാഹിരി നീതി ആയോഗിന്റെ വൈസ് ചെയർമാനായിട്ട് നിയമിതനായി. ഒഡീഷയിലെ ലഖൻപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത്. ഒഡീഷയിലെ ലഖൻപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത്. ഒഡീഷയിലെ ലഖൻപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത്. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ല പോർട്ട് ടാക്സിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ല പോർട്ട് ടാക്സിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. ലോകസഭയിലും നിയമസഭകളിലും 1/3 വനിതാ സംവരണം നടപ്പിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് 2023 106 ഭരണഘടനാ ഭേദഗതി. അതുപ്രകാരമാണ് ആർട്ടിക്കിൾ 334A ഭരണഘടനയുടെ ഭാഗമായത്. ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ് 2026 ഏപ്രിലിൽ 131 ഭരണഘടനാ ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. ലോകസഭയിലും നിയമസഭകളിലും 1/3 വനിതാ സംവരണം നടപ്പിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് 2023 106 ഭരണഘടനാ ഭേദഗതി. അതുപ്രകാരമാണ് ആർട്ടിക്കിൾ 334A ഭരണഘടനയുടെ ഭാഗമായത്. ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ് 2026 ഏപ്രിലിൽ 131 ഭരണഘടനാ ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. IMFന്റെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റാങ്കിംഗ് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6ാം സ്ഥാനമാണ്. IMFന്റെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റാങ്കിംഗ് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6ാം സ്ഥാനമാണ്. കരസേന മുൻ മേധാവി ജനറൽ മനോജ് നരവനെയുടെ പുതിയ പുസ്തകമാണ് ദി ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ്. കരസേന മുൻ മേധാവി ജനറൽ മനോജ് നരവനെയുടെ പുതിയ പുസ്തകമാണ് ദി ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ്. 2026 ഏപ്രിൽ 69ാം പിറന്നാൾ ആഘോഷിച്ച് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ഗോറില്ലയായ ഫാറ്റു. 2026 ഏപ്രിലിൽ 69ാം പിറന്നാൾ ആഘോഷിച്ച് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോറില്ലയായ ഫാറ്റു. വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഹിമസേതു. വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഹിമസേതു. ദേശീയ പാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യവൻ. ദേശീയ പാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആരോഗ്യവൻ. മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീടത്തിന് അർഹനായത് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീട ജേതാവ് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മാർച്ചിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജു സാംസൺ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ മാർച്ച് മാസത്തിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തത് സഞ്ജു സാംസണെയാണ്. വിസ്ഡൻ അൽ മനോക് ക്രിക്കറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കും വനിതാ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ ദീപ്തി ശർമ്മയുമാണ്. വിസ്ഡ് അൽ മനോക് ക്രിക്കറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായി മാറിയത് ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കാണ്. മികച്ച വനിതാ ക്രിക്കറ്റ് താരമായി മാറിയത് ഇന്ത്യയുടെ ദീപ്തി ശർമ്മയുമാണ്. സൈപ്രസിൽ നടന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിലെ ഓപ്പൺ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാന്റെ യാവോഹിർ സിന്ദ്രോവും വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആർ വൈശാലിയും ജേതാക്കളായി. സൈപ്രസിൽ നടന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിലെ ഓപ്പൺ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാന്റെ യാവോഹിർ സിന്ദ്രോവും വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആർ വൈശാലിയുമാണ് ജേതാക്കളായത്. മാരത്തൺ ഓട്ട മത്സരത്തിൽ 2 മണിക്കൂറിൽ താഴെ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന ആദ്യ താരമെന്ന റെക്കോർഡിന് അർഹനായത് കെനിയയുടെ സെബാസ്റ്റ്യൻ സാവെയാണ്. മാരത്തൺ ഓട്ട മത്സരത്തിൽ 2 മണിക്കൂറിൽ താഴെ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന ആദ്യ താരമെന്ന റെക്കോർഡിന് അർഹനായത്
കെനിയയുടെ സെബാസ്റ്റ്യൻ സാവെയാണ്. അദ്ദേഹം 1 മണിക്കൂർ 59 മിനിറ്റ് 30 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത്. ലണ്ടൻ മാരത്തോണിലാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. മാരത്തൺ ഓട്ട മത്സരത്തിൽ 2 മണിക്കൂറിൽ താഴെ സമയത്തിൽ, അതായത് 1 മണിക്കൂർ 59 മിനിറ്റ് 30 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യുന്ന ആദ്യ താരമെന്ന റെക്കോർഡോടെ ലണ്ടൻ മാരത്തണിൽ കെനിയയുടെ സെബാസ്റ്റ്യൻ സാവെ ജേതാവായി. 2020 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം ഇന്ത്യൻ ടീം നിലനിർത്തി. അണ്ടർ 12 ഫിഡെ ലോക റാപ്പിഡ് ചെസ്സിലെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലോക കിരീടം നേടിയത് ഇന്ത്യയുടെ AS ഷർവാനികയാണ്. അണ്ടർ 12 ഫിഡെ ലോക റാപ്പിഡ് ചെസ്സിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലോക കിരീടം നേടിയത് ഇന്ത്യയുടെ AS ഷർവാനികയാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ കൂടുതൽ റൺ നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സ്മൃതി മന്ദാനയാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ കൂടുതൽ റൺ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ്, അത് പുരുഷ 2020യിലും വനിതാ 2020യിലും ഉള്ള നേട്ടം സ്വന്തമാക്കിയത്, അതായത് പുരുഷ 2020 എടുത്താലും വനിതാ 2020 എടുത്താലും ഈ നേട്ടത്തിന് ഉടമ ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സ്മൃതി മന്ദാനയാണ്. ടെന്നീസ് താരങ്ങളായ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനും ബെലാറസിന്റെ ആര്യാന സബലങ്കയ്ക്കും ലോറസ് കായിക പുരസ്കാരം ലഭിച്ചു. ടെന്നീസ് താരങ്ങളായ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനും ബെലാറസിന്റെ ആര്യാന സബലങ്കയ്ക്കുമാണ് ലോറസ് കായിക പുരസ്കാരം. ഇൻഫോസിസിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് പ്രമുഖ സ്പാനിഷ് ടെന്നീസ് താരം കാർലോസ് അൽക്കാരസ് ആണ്. ഇൻഫോസിസിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാർലോസ് അൽക്കാരസ് ആണ്. IPL ക്രിക്കറ്റിലും പുരുഷ 2020 ക്രിക്കറ്റിലും ഇന്ത്യക്കാരന്റെ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയത് KL രാഹുലാണ്. IPL ക്രിക്കറ്റിലും പുരുഷ 2020 ക്രിക്കറ്റിലും ഒരു ഇന്ത്യക്കാരന്റെ ഉയർന്ന സ്കോർ എന്ന നേട്ടം കൈവരിച്ചത് KL രാഹുലാണ്. 152 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രാക്കത്തലോൺ വിജയിക്കുന്ന മലയാളി എന്ന പദവിയിലെത്തിയത് പുനലൂർ സ്വദേശിയായ സുരേഷ് സാം ചാണ്ടിയാണ്. 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രാക്കത്തലോൺ വിജയിക്കുന്ന മലയാളി എന്ന പദവിയിലെത്തിയത് പുനലൂർ സ്വദേശിയായ സുരേഷ് സാം ചാണ്ടിയാണ്. 10 മണിക്കൂർ 45 മിനിറ്റ് എടുത്ത് രാമസേതു നീന്തിക്കടന്ന് ബംഗളൂരുവിലെ ടെക്കി ദമ്പതിമാരായ ഡാനിഷ് അബ്ദിയും വൃഷാലി പ്രസാദയും 10 മണിക്കൂർ 45 മിനിറ്റ് എടുത്ത് രാമസേതു നീന്തിക്കടന്ന് ബംഗളൂരുവിലെ ടെക്കി ദമ്പതിമാരായ ഡാനിഷ് അബ്ദിയും വൃഷാലി പ്രസാദയും. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് ആണ് 2027 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. 2027 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് ആണ്. പുരുഷന്മാരുടെ പോൾ വോൾട്ടിൽ 5.41 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡിട്ടത് മധ്യപ്രദേശിൽ നിന്നുള്ള കുൽദീപ് കുമാർ ആണ്. പുരുഷന്മാരുടെ പോൾ വാൾട്ടിൽ 5.41 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചത് മധ്യപ്രദേശിൽ നിന്നുള്ള കുൽദീപ് കുമാർ ആണ്. വനിതാ പോൾ വാൾട്ടിൽ 4.23 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചത് തമിഴ്നാടിന്റെ ഭരണിക ഇളങ്കോവനാണ്. വനിതാ പോൾ വാൾട്ടിൽ 4.23 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചത് തമിഴ്നാടിന്റെ ഭരണിക ഇളങ്കോവനാണ്. 5ാമത് ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് കൈലാഷ് സത്യാർത്ഥിയാണ്. 5ാമത് ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് കൈലാഷ് സത്യാർത്ഥിയാണ്. നന്ദനാർ സാഹിത്യ പുരസ്കാരം നേടിയത് സോണിയ ചെറിയാനാണ്. പുരസ്കാരത്തിന് അർഹമാക്കിയ നോവലാണ് സ്നോ ലോട്ടസ്. നന്ദനാർ സാഹിത്യ പുരസ്കാര ജേതാവ് സോണിയ ചെറിയാൻ. പുരസ്കാരത്തിന് അർഹമാക്കിയ നോവൽ സ്നോ ലോട്ടസ് ആണ്. MB വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹയായത് സാമൂഹിക പ്രവർത്തക സുനിത കൃഷ്ണനാണ്. MB വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹയായത് സാമൂഹിക പ്രവർത്തക സുനിത കൃഷ്ണനാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൃഷ്ണാഞ്ജലി പുരസ്കാരത്തിന് അർഹനായത് നടൻ മധുവാണ്. കൃഷ്ണാഞ്ജലി പുരസ്കാര ജേതാവ്
നടൻ മധു. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡിന് അർഹയായത് കേരളത്തിൽ നിന്നും VS മഞ്ജുമോളാണ്. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡിന് കേരളത്തിൽ നിന്നും അർഹയായത് VS മഞ്ജുമോളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക സാഹിത്യ പുരസ്കാരമായ മാധവമുദ്ര പുരസ്കാരം നേടിയത് ഡോക്ടർ KS രവികുമാർ ആണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക സാഹിത്യ പുരസ്കാരമായ മാധവമുദ്ര പുരസ്കാരം നേടിയത് ഡോക്ടർ KS രവികുമാർ ആണ്. 2026 ഗ്രിഫിൻ പോയട്രി അവാർഡിന് അർഹനായത് ചിലിയൻ മഹാകവി റവൂൾ സുദീത്തയാണ്. 2026 ഗ്രിഫിൻ പോയട്രി അവാർഡ് കവിതയ്ക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഗ്രിഫിൻ പോയട്രി പുരസ്കാരം. ഈ പുരസ്കാരത്തിന് 2026 അർഹനായത് ചിലിയിൽ നിന്നുള്ള കവി റവൂൾ സുദീത്തയാണ്. ചിലിയൻ മഹാകവി റവൂൾ സുദീത്തയാണ്. മാധ്യമ പ്രവർത്തകരായ RK ആനന്ദിനും സുപർണ ശർമ്മയ്ക്കും പുലിസ്റ്റർ സമ്മാനം ലഭിച്ചു. മാധ്യമ പ്രവർത്തകരായ RK ആനന്ദിനും സുപർണ ശർമ്മയ്ക്കും പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചു. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മൃതി പുരസ്കാരം നേടിയത് സംവിധായകൻ ശ്യാമപ്രസാദാണ്. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മൃതി പുരസ്കാര ജേതാവ് സംവിധായകൻ ശ്യാമപ്രസാദാണ്. ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രമണി പുതിയ സംയുക്ത സേനാ മേധാവിയായി നിയമിതനായി. ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രമണി പുതിയ സംയുക്ത സേനാ മേധാവിയായി നിയമിതനായി. നാവികസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. നാവികസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത് ചന്ദ്രശേഖർ ജോസഫ് വിജയ് ആണ്. തമിഴ്നാടിന്റെ നിലവിലെ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ ജോസഫ് വിജയ്. പശ്ചിമ ബംഗാളിന്റെ 9ാമത്തെ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത് സുവേന്ദു അധികാരിയാണ്. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അസം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസമിന്റെ പുതിയ മുഖ്യമന്ത്രി. പുതുച്ചേരിയുടെ 11ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേറിയത് N രംഗസ്വാമിയാണ്. പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി. തമിഴ്നാട് മുഖ്യമന്ത്രി ചന്ദ്രശേഖർ ജോസഫ് വിജയ്. പശ്ചിമ ബംഗാൾ സുവേന്ദു അധികാരി. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി N രംഗസ്വാമിയുമാണ്. പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയായ OPEC പ്ലസ് എന്നിവയിൽ നിന്നും UAE പിന്മാറി. പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനകളാണ് OPECഉം OPEC പ്ലസും. ഇവയിൽ നിന്നും അടുത്തിടെ പിന്മാറിയ രാജ്യമാണ് UAE. മേഘാലയയിലെ ഉംറോയിയാണ് 2026 ഇന്ത്യൻ കരസേന ആതിഥേയത്വം വഹിക്കുന്ന പ്രഥമ ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ പ്രഗതി 2026 വേദിയാകുന്നത്. മേഘാലയയിലെ ഉംറോയിയാണ് 2026 ഇന്ത്യൻ കരസേന ആതിഥേയത്വം വഹിക്കുന്ന പ്രഥമ ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ പ്രഗതി 2026 വേദി. UAE ആണ് 2028 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. 2028 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം UAE ആണ്. പ്രൊഫസർ K വിജയരാഘവനാണ് PSLV C-62 വിക്ഷേപണ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ. പ്രൊഫസർ K വിജയരാഘവനാണ് PSLV C-62 വിക്ഷേപണ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ. PSLV C-62 വിക്ഷേപണത്തിന്റെ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ പ്രൊഫസർ K വിജയരാഘവനാണ്. ലോകത്തെ ആദ്യത്തെ ഓപ്റ്റോസാർ ഉപഗ്രഹമായ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്നും സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിജയകരമായി വിക്ഷേപിച്ചു. ലോകത്തെ ആദ്യത്തെ ഓപ്റ്റോസാർ ഉപഗ്രഹമായ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്നും സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിജയകരമായി വിക്ഷേപിച്ചു. അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിന്റെ അത്യാധുനിക വകഭേദമായ ദിവ്യാസ്ത്ര വിജയകരമായിട്ട് അടുത്തിടെ
പരീക്ഷിച്ചു. അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിന്റെ അത്യാധുനിക വകഭേദമായ ദിവ്യാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. ലോകത്തെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം എന്ന റെക്കോർഡ് തായ്വാനിലെ തംസുയി നദിക്ക് കുറുകെ നിർമ്മിക്കപ്പെട്ട ദാൻജിയാങ് പാലത്തിന് ലഭിച്ചു. ലോകത്തെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് തായ്വാനിലെ തംസുയി നദിക്ക് കുറുകെ നിർമ്മിക്കപ്പെട്ട ദാൻജിയാങ് പാലമാണ്. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന രഘു റായ് അടുത്തിടെ അന്തരിച്ചു. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന രഘു റായ് എന്ന രഘുനാഥ് റായ് ചൗധരി അടുത്തിടെ അന്തരിച്ചു. 2025 രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പുരസ്കാരത്തിന് അർഹമായത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്താണ്. 2025 രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പുരസ്കാരത്തിന് അർഹമായത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്താണ്. ജോൺ എബ്രഹാമിന്റെ വിഖ്യാത സിനിമയായ അമ്മ അറിയാൻ കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നു. ജോൺ എബ്രഹാമിന്റെ വിഖ്യാത സിനിമ അമ്മ അറിയാൻ കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നു. നോർവേ ആണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. നോർവേ ആണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡലാണ് ക്ലൗഡ് മിത്തോസ്. സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡലാണ് ക്ലൗഡ് മിത്തോസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുദ്ധ പ്രതിമ കർണാടകത്തിലെ ചാമരാജ് നഗറിൽ നിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറാകുന്നു. 888 അടിയാണ് ഇതിന്റെ ഉയരം. ചൈനയിലുള്ള പ്രതിമയാണ് നിലവിൽ ഏറ്റവും ഉയരമുള്ള ബുദ്ധ പ്രതിമ. അതിന്റെ ഉയരം 420 അടിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുദ്ധ പ്രതിമ കർണാടകത്തിലെ ചാമരാജ് നഗറിലാണ് നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാവുന്നത്. ചൈനയിലെ പ്രതിമയാണ് നിലവിൽ ഏറ്റവും ഉയരമുള്ള ബുദ്ധ പ്രതിമ. അതിന്റെ ഉയരം 420 അടിയാണ്. ഇന്ത്യയിൽ നിലവിൽ വരാൻ പോകുന്നത് 888 അടി ഉയരത്തിലുള്ള ബുദ്ധ പ്രതിമയാണ്. ഹോർമൂസ് കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ട് US ആരംഭിച്ച ദൗത്യത്തിന്റെ പേരാണ് പ്രോജക്ട് ഫ്രീഡം. ഹോർമൂസ് കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് US ആരംഭിച്ച ദൗത്യമാണ് പ്രോജക്ട് ഫ്രീഡം. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സ് 2025 മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എക്കോ എന്ന ചിത്രമാണ്. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സ് 2025 മികച്ച സിനിമ എക്കോയാണ്. എക്കോ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ദിൻജിത്ത് അയ്യത്താനാണ്. 2025 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച സിനിമ എക്കോയാണ്. സംവിധാനം ദിൻജിത്ത് അയ്യത്താനാണ്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊമിനിക് അരുണാണ്. ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മികച്ച സംവിധായകൻ ഡൊമിനിക് അരുൺ. ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിലെ മികച്ച സംവിധായകൻ ഡൊമിനിക് അരുണാണ്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻലാൽ ആണ്. ചിത്രം തുടരും, ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളാണ്. തുടരും, ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച നടനുള്ള പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചത്. 2025 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹരായവർ 2 പേരാണ്. കല്യാണി പ്രിയദർശനും അനശ്വര രാജനുമാണ്. കല്യാണി പ്രിയദർശനെ പുരസ്കാരത്തിന് അർഹമാക്കിയത് ലോക ചാപ്റ്റർ 1. അനശ്വര രാജനെ പുരസ്കാരത്തിന് അർഹമാക്കിയ ചിത്രങ്ങളാണ് രേഖാചിത്രം, മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്നിവ. 2025 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. കല്യാണി പ്രിയദർശനും അനശ്വര രാജനുമാണ്. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് രാജേഷ് തില്ലങ്കരിയാണ്. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സ് 2025 മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് രാജേഷ് തില്ലങ്കരിയാണ്. ഗംഗ എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ.
ഗംഗ എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ. 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ ലൈസൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ റദ്ദാക്കി. പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ ലൈസൻസ് അടുത്തിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റദ്ദാക്കി. ഫിൻലാൻഡിലാണ് ലോകത്തിലെ ആദ്യത്തെ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്നത്. ഫിൻലാൻഡിലാണ് ലോകത്തിലെ ആദ്യത്തെ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്നത്. ഉത്തർപ്രദേശിലെ ബരാസിംഗ വന്യജീവി സങ്കേതം ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിലെ ബരാസിംഗ വന്യജീവി സങ്കേതം ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറിയായി മാറിയത് സിക്കിമാണ്. സിക്കിമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി. ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെട്ടിരുന്ന കേണൽ സോനം വാങ്ചുക് അടുത്തിടെ അന്തരിച്ചു. പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡിജോ കാപ്പൻ അടുത്തിടെ അന്തരിച്ചു. പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡിജോ കാപ്പൻ അടുത്തിടെ അന്തരിച്ചു. വിഖ്യാത എഴുത്തുകാരൻ ഗെറി കോൺവേ അടുത്തിടെ അന്തരിച്ചു. വിഖ്യാത എഴുത്തുകാരൻ ഗെറി കോൺവേ അടുത്തിടെ അന്തരിച്ചു. മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ അടുത്തിടെ അന്തരിച്ചു. മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ അടുത്തിടെ അന്തരിച്ചു. നടൻ സന്തോഷ് K നായർ അടുത്തിടെ വാഹനാപകടത്തിൽ അന്തരിച്ചു. 16ാം കേരള നിയമസഭയും മന്ത്രിമാരും വകുപ്പുകളും. 16ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി VD സതീശനാണ്. കേരളത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രി VD സതീശനാണ്. മുഖ്യമന്ത്രി പദം കൂടാതെ ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് VD സതീശനാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി VD സതീശനാണ്. ഇത് കൂടാതെ ദേശീയ സമ്പാദ്യം, സ്റ്റോർ പർച്ചേസ്, വാണിജ്യ നികുതികൾ, കാർഷിക വരുമാന നികുതി, ട്രഷറികൾ, ലോട്ടറികൾ, സംസ്ഥാന ഓഡിറ്റ്, കേരള സംസ്ഥാന ധനകാര്യ സംരംഭങ്ങൾ, സംസ്ഥാന ഇൻഷുറൻസ്, കേരള ധനകാര്യ കോർപ്പറേഷൻ, സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും, തുറമുഖങ്ങൾ, നിയമം, ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും, പൊതുഭരണം, അഖിലേന്ത്യാ സേവനങ്ങൾ, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, മലിനീകരണ നിയന്ത്രണം, ദുരന്ത നിവാരണം, ശാസ്ത്ര സ്ഥാപനങ്ങൾ, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, പരിഷ്കാരങ്ങൾ, തിരഞ്ഞെടുപ്പ്, സംയോജനം, സൈനിക ക്ഷേമം, ദുരിതാശ്വാസങ്ങൾ, സ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി, സിവിൽ ആൻഡ് ക്രിമിനൽ നീതിയുടെ ഭരണം, പ്രവാസി കേരളീയ കാര്യങ്ങൾ, അന്തർ സംസ്ഥാന നദീജലം, തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ നാവിഗേഷൻ, കേരള സംസ്ഥാന ഉൾനാടൻ നാവിഗേഷൻ കോർപ്പറേഷൻ, ഇൻഫോർമേഷൻ ആൻഡ് PR, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, മെട്രോ റെയിൽ, റെയിൽവേ, ന്യൂവാൽസ്, പോസ്റ്റലുകളും ടെലിഗ്രാഫുകളും എല്ലാ പ്രധാനപ്പെട്ട നയപരമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് VD സതീശൻ തന്നെയാണ്. മുഖ്യമന്ത്രി പദം കൂടാതെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും ധനകാര്യ വകുപ്പ് മന്ത്രി VD സതീശനാണ്. 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കേരളത്തിന്റെ നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ജയിൽ, കയർ ഇതൊക്കെ രമേശ് ചെന്നിത്തലയാണ് കൈകാര്യം ചെയ്യുന്നത്. നിലവിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി, പരിസ്ഥിതി വകുപ്പ്, പാർലമെന്ററി കാര്യം, അനർട്ട് എന്നിവയുടെ മന്ത്രി സണ്ണി ജോസഫാണ്. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട് എന്നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സണ്ണി ജോസഫാണ്. കേരളത്തിലെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരനാണ്. മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തദ്ദേശീയ വൈദ്യശാസ്ത്രം, ആയുഷ്, മയക്കുമരുന്ന് നിയന്ത്രണം, ഭക്ഷ്യസുരക്ഷ ഇതുകൂടാതെ ദേവസ്വം വകുപ്പും കൈകാര്യം ചെയ്യുന്നത് K മുരളീധരനാണ്. നിലവിൽ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ്, ദേവസ്വം വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി K മുരളീധരനാണ്. മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തദ്ദേശീയ വൈദ്യശാസ്ത്രം, ആയുഷ്, മയക്കുമരുന്ന് നിയന്ത്രണം, ഭക്ഷ്യസുരക്ഷ ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് K മുരളീധരനാണ്. കേരളത്തിന്റെ നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ആണ്. റവന്യൂ, സർവേ,
ഭൂമിരേഖകൾ, ഭൂമി, ഭൂപരിഷ്കരണം ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് AP അനിൽകുമാർ ആണ്. കേരളത്തിന്റെ നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ആണ്. കേരളത്തിന്റെ നിലവിലെ സഹകരണ വകുപ്പ്, എക്സൈസ് വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി M ലിജു ആണ്. സഹകരണ വകുപ്പ്, എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി M ലിജു ആണ്. ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെയുള്ള സർവകലാശാലകൾ, കൃഷി, വെറ്റിനറി, ഫിഷറീസ്, മെഡിക്കൽ തുടങ്ങിയ സർവകലാശാലകൾ, പ്രവേശന പരീക്ഷ, നാഷണൽ കേഡറ്റ് കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് റോജി M ജോൺ ആണ്. കേരളത്തിന്റെ നിലവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് റോജി M ജോൺ. കേരളത്തിന്റെ നിലവിലെ കൃഷി മന്ത്രി T സിദ്ദീഖ് ആണ്. കൃഷി വകുപ്പ് കൂടാതെ മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ ഇവയുടെയൊക്കെ മന്ത്രി T സിദ്ദീഖ് ആണ്. കേരളത്തിന്റെ നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദീഖ്. കേരളത്തിന്റെ നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി KA തുളസിയാണ്. നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി KA തുളസി. കേരളത്തിന്റെ നിലവിലെ കായിക വകുപ്പ്, യുവജനകാര്യ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി OJ ജനീഷ് ആണ്. കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം രജിസ്ട്രേഷൻ, പുരാവസ്തു ശാസ്ത്രം, ആർക്കൈവ്സ് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് OJ ജനീഷ്. കേരളത്തിന്റെ നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ്. വ്യവസായവും വാണിജ്യവും, വിവര സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി ആൻഡ് തുണിത്തരങ്ങൾ ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. കേരളത്തിന്റെ നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി. വ്യവസായവും വാണിജ്യവും, വിവര സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി ആൻഡ് തുണിത്തരങ്ങൾ ഇവ കൈകാര്യം ചെയ്യുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. കേരളത്തിന്റെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ആണ്. കേരളത്തിന്റെ നിലവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ആണ്. ഇത് കൂടാതെ സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് N ഷംസുദ്ദീൻ ആണ്. കേരളത്തിന്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ആണ്. ഇത് കൂടാതെ ടൗൺ പ്ലാനിംഗ്, ഗ്രാമവികസനം, പ്രാദേശിക വികസന സമിതികൾ, കില എന്നിവയുടെയൊക്കെ മന്ത്രി KM ഷാജിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി നിലവിൽ KM ഷാജിയാണ്. ഫിഷറീസ് വകുപ്പ് മന്ത്രി VA അബ്ദുൾ ഗഫൂർ ആണ്. ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി VA അബ്ദുൾ ഗഫൂർ ആണ്. ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി എന്നീ വകുപ്പുകളും VA അബ്ദുൾ ഗഫൂർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിന്റെ നിലവിലെ ജലസേചന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ആണ്. കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വം, ഭവന നിർമ്മാണം ഇവയുടെയൊക്കെ മന്ത്രി മോൻസ് ജോസഫ് ആണ്. കേരളത്തിന്റെ നിലവിലെ ജലസേചന വകുപ്പ് മന്ത്രിയാണ് മോൻസ് ജോസഫ്. നിലവിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ആണ്. ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി ഇവയും അനൂപ് ജേക്കബിന്റെ വകുപ്പുകളാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് അനൂപ് ജേക്കബ്. കേരളത്തിന്റെ നിലവിലെ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ആണ്. കേരളത്തിന്റെ നിലവിലെ വനം വകുപ്പ് മന്ത്രിയാണ് ഷിബു ബേബി ജോൺ. വനം വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഷിബു ബേബി ജോൺ ആണ്. കേരളത്തിന്റെ നിലവിലെ ടൂറിസം വകുപ്പ്, സാംസ്കാരിക വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി PC വിഷ്ണുനാഥ് ആണ്. ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ആണ്. സാംസ്കാരിക വകുപ്പും കൈകാര്യം ചെയ്യുന്നത് PC വിഷ്ണുനാഥ് ആണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് എന്നിവയുടെയൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതും PC വിഷ്ണുനാഥ് തന്നെയാണ്. കേരളത്തിന്റെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും കൈകാര്യം ചെയ്യുന്നതും ബിന്ദു കൃഷ്ണ തന്നെയാണ്. വനിതാ ശിശു സംരക്ഷണ വകുപ്പ് മന്ത്രിയും ബിന്ദു കൃഷ്ണയാണ്. കേരളത്തിന്റെ നിലവിലെ തൊഴിൽ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസനം, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ, വനിതാ ശിശു സംരക്ഷണം, കേരള വെറ്റിനറി മൃഗശാസ്ത്ര സർവകലാശാല ഇവയുടെയൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. കേരളത്തിന്റെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ആണ്. റോഡ് ഗതാഗതം, മോട്ടോർ വാഹന, ജലഗതാഗത വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് CP ജോൺ ആണ്. റോഡ് ഗതാഗതം, മോട്ടോർ വാഹന, ജലഗതാഗത വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി CP ജോൺ ആണ്.
കേരളത്തിന്റെ നിലവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീറുമാണ്. കേരളത്തിന്റെ നിലവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീറാണ്. 2026 എർത്ത് പ്രൈസ് യൂറോപ്യൻ അവാർഡിന് അർഹയായത് അയർലൻഡിലെ മലയാളി വിദ്യാർത്ഥിനിയായ ആര്യ സതീഷാണ്. ഇക്കോ പർച്ച് എന്ന കണ്ടുപിടുത്തത്തിനാണ് ആര്യ സതീഷിന് 2026 എർത്ത് പ്രൈസ് യൂറോപ്യൻ അവാർഡ് ലഭിച്ചത്. 2026 എർത്ത് പ്രൈസ് യൂറോപ്യൻ അവാർഡ് ജേതാവ് അയർലൻഡിലെ മലയാളി വിദ്യാർത്ഥിനി ആര്യ സതീഷാണ്. ഇക്കോ പർച്ച് എന്ന കണ്ടുപിടുത്തത്തിനാണ് ആര്യ സതീഷിന് പുരസ്കാരം ലഭിച്ചത്. ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി പുരസ്കാരത്തിന് 2026 അർഹരായത് പർവീൺ ഷെയ്ഖും ബർഖ സുബ്ബയ്യുമാണ്. ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി പുരസ്കാരത്തിന് 2026 അർഹരായവർ പർവീൺ ഷെയ്ഖും ബർഖ സുബ്ബയ്യുമാണ്. ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദനാണ്. ONV സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പി ജയചന്ദ്രൻ സ്മൃതി പുരസ്കാരം നേടിയത് ഗായകനും സംഗീത സംവിധായകനുമായ കല്ലറ ഗോപനാണ്. പി ജയചന്ദ്രൻ സ്മൃതി പുരസ്കാര ജേതാവ് ഗായകനും സംഗീത സംവിധായകനുമായ കല്ലറ ഗോപനാണ്. സഹിതി സഖ്യം MB പോൾ പുരസ്കാരം നേടിയത് ആശാ മേനോനാണ്. സഹിതി സഖ്യം MB പോൾ പുരസ്കാര ജേതാവ് ആശാ മേനോൻ. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് തൈവാനീസ് എഴുത്തുകാരി യാങ് ഷുവാങ്സിയുടെ തൈവാൻ ട്രാവലോഗ് എന്ന നോവലാണ്. 2026 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാര ജേതാവ് തൈവാനീസ് എഴുത്തുകാരി യാങ് ഷുവാങ്സിയാണ്. പുരസ്കാരത്തിന് അർഹമാക്കിയ നോവൽ തൈവാൻ ട്രാവലോഗ് എന്ന നോവലാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം നേടിയത് KV മോഹൻകുമാർ ആണ്. അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹമാക്കിയ നോവലാണ് ഉല, നിയോഗിയുടെ സഞ്ചാരങ്ങൾ, മസൂദിയുടെയും. മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാര ജേതാവ് KV മോഹൻകുമാർ പുരസ്കാരത്തിന് അർഹമാക്കിയ നോവൽ ഉല, നിയോഗിയുടെ സഞ്ചാരങ്ങൾ, മസൂദിയുടെയും. സംസ്ഥാന സർക്കാരിന്റെ വനം, വന്യജീവി, പരിസ്ഥിതി, ജൈവവൈവിധ്യ സംരക്ഷണത്തിനുള്ള 2026 വനമിത്ര പുരസ്കാരം നേടിയത് S ഗുരുവായൂരപ്പനാണ്. സംസ്ഥാന സർക്കാരിന്റെ വനം, വന്യജീവി, പരിസ്ഥിതി, ജൈവവൈവിധ്യ സംരക്ഷണത്തിനുള്ള ഈ വർഷത്തെ വനമിത്ര പുരസ്കാരം നേടിയത് S ഗുരുവായൂരപ്പൻ. മികച്ച തിരക്കഥയ്ക്കുള്ള 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 നേടിയത് രാജേഷ് തില്ലങ്കരിയാണ്. വിഖ്യാത ജാപ്പനീസ് എഴുത്തുകാരൻ ഹറുക്കി മുറകാമിയുടെ പുതിയ നോവലാണ് ദി ടെയിൽ ഓഫ് കാഹോ. വിഖ്യാത ജാപ്പനീസ് എഴുത്തുകാരൻ ഹറുക്കി മുറകാമിയുടെ പുതിയ നോവലാണ് ദി ടെയിൽ ഓഫ് കാഹോ. കെ സച്ചിദാനന്ദന്റെ പുതിയ പുസ്തകമാണ് ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ. കെ സച്ചിദാനന്ദന്റെ പുതിയ പുസ്തകമാണ് ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ. വായന പ്രോത്സാഹിപ്പിക്കാനായി പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യമാണ് ഡെൻമാർക്ക്. അടുത്തിടെ വായന പ്രോത്സാഹിപ്പിക്കാനായി പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യം ഡെൻമാർക്കാണ്. നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. സമാധാന നൊബേൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിയുടെ പുതിയ പുസ്തകമാണ് എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. സമാധാന നൊബേൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിയുടെ പുതിയ പുസ്തകമാണ് എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. മിസ് ക്വീൻ കേരള 2026 ജേതാവായത് നിതിക സോനു അഗസ്റ്റിനാണ്. മിസ് ക്വീൻ കേരള 2026 മാറിയത് നിതിക സോനു അഗസ്റ്റിനാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ നമ്പർ 1 ബൗളർ എന്ന സ്ഥാനം നിലനിർത്തി ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ. വനിതാ 2020 ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സനയാണ്. 15 പന്തിൽ നിന്നാണ് 50 റൺസ് ഫാത്തിമ സന കരസ്ഥമാക്കിയത്. വനിതാ 2020 ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ഫാത്തിമ സനയാണ്. IPL ഒരു സീസണിൽ 50ലധികം സിക്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറിയത് വൈഭവ് സൂര്യവംശിയാണ്. IPL ഒരു സീസണിൽ 50ലധികം സിക്സുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറിയത് വൈഭവ് സൂര്യവംശിയാണ്.
IPL-ൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡിന് ഉടമയായത് വിരാട് കോഹ്ലിയാണ്. IPL-ൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡിന് ഉടമയായത് വിരാട് കോഹ്ലി. കനേഡിയൻ ഗ്രാൻഡ് പ്രിയിൽ മെഴ്സിഡസിന്റെ ഇറ്റാലിയൻ ഡ്രൈവർ കിമി അന്റോണെല്ലിക്ക് കിരീടം. കനേഡിയൻ ഗ്രാൻഡ് പ്രിയിൽ മെഴ്സിഡസിന്റെ ഇറ്റാലിയൻ ഡ്രൈവർ കിമി അന്റോണെല്ലിക്ക് കിരീടം. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ഇതിന്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണാണ്, ആസ്ഥാനം വിശാഖപട്ടണം. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറിയത് 7 വയസ്സുള്ള ഇഷാങ്ക് സിംഗ് ആണ്. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറിയത് 7 വയസ്സുള്ള ഇഷാങ്ക് സിംഗ് ആണ്. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരാണ് കവച്. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമാണ് കവച്. ഏഷ്യ കപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കിയിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ഫൈനലിൽ ജപ്പാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യ കപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ജേതാക്കൾ ഇന്ത്യയാണ്. 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ പിണറായി വിജയനാണ്. 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറം നടന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറം നടന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ്. ഇന്ത്യയുടെ ഇഷ സിംഗിന് ഷൂട്ടിംഗ് ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണം ലഭിച്ചു. ഇന്ത്യയുടെ ഇഷ സിംഗിന് ഷൂട്ടിംഗ് ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണം ലഭിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ഓർബിറ്റൽ ഡേറ്റാ സെന്റർ സാറ്റലൈറ്റ് ആണ് പാത്ത് ഫൈൻഡർ. ഇന്ത്യയുടെ ആദ്യത്തെ ഓർബിറ്റൽ ഡേറ്റാ സെന്റർ സാറ്റലൈറ്റ് ആണ് പാത്ത് ഫൈൻഡർ. 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായിട്ട് നിയമിതനായിരുന്നത് ജി സുധാകരനാണ്. 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായിരുന്നത് ജി സുധാകരനാണ്. 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പായിട്ട് നിയമിതനായത് അപ്പു ജോൺ ജോസഫ് ആണ്. 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്. അഡ്വക്കേറ്റ് ജാജു ബാബു പുതിയ അഡ്വക്കേറ്റ് ജനറലായും അഡ്വക്കേറ്റ് ടി അസഫ് അലി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലായും നിയമിതരായി. അഡ്വക്കേറ്റ് ജാജു ബാബു പുതിയ അഡ്വക്കേറ്റ് ജനറലായും അഡ്വക്കേറ്റ് ടി അസഫ് അലി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലായും നിയമിതരായി. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് രോഹിത് ജെയിൻ ആണ്. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് രോഹിത് ജെയിൻ ആണ്. പ്രസാർ ഭാരതിയുടെ ചെയർമാൻ പ്രസൂൺ ജോഷി. പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാൻ പ്രസൂൺ ജോഷിയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർമാനായി നിയമിതനായത് ശശി ശേഖർ വെമ്പതിയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർമാനായി നിയമിതനായത് ശശി ശേഖർ വെമ്പതി. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസിന്റെ ചെയർമാനായി നിയമിതനായത് ശ്രീകാന്ത് വെലമകണ്ണിയാണ്. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസിന്റെ ചെയർമാനായി നിയമിതനായത് ശ്രീകാന്ത് വെലമകണ്ണിയാണ്. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിതനായത് KC വേണുഗോപാലാണ്. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി വീണ്ടും നിയമിതനായത് KC വേണുഗോപാൽ MP ആണ്. ഫെമിന മിസ് ഇന്ത്യ കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മേധാവി സാബു ആണ്. ഫെമിന മിസ് ഇന്ത്യ കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മേധാവി സാബു. CBI ഡയറക്ടറായിട്ട് വീണ്ടും നിയമനം ലഭിച്ചത് പ്രവീൺ സൂദിനാണ്. CBI ഡയറക്ടർ പ്രവീൺ സൂദാണ്. CBI ഡയറക്ടർ പ്രവീൺ സൂദ്. ഡോക്ടർ സൗമ്യ സ്വാമിനാഥനെ ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെലോയായി തിരഞ്ഞെടുത്തു. ഡോക്ടർ സൗമ്യ സ്വാമിനാഥനെ ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെലോയായി തിരഞ്ഞെടുത്തു. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ആയിട്ട് നിയമിതനായത് സൗരഭ് വിജയ് ആണ്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO
സൗരവ് വിജയ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിച്ചു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചു. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന ദേശീയ അണ്ടർ-20 പുരുഷ ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് കേരളമാണ്. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന ദേശീയ അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ജേതാക്കൾ കേരളമാണ്. ഫൈനലിൽ മിസോറാമിനെയാണ് കേരളം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിന്റെ പന്തിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 1000 റൺസ് തികയ്ക്കുന്ന താരമായി മാറിയത് വൈഭവ് സൂര്യവംശിയാണ്. 440 പന്തിൽ നിന്നാണ് വൈഭവ് സൂര്യവംശി ഈ നേട്ടം കൈവരിച്ചത്. IPL ക്രിക്കറ്റിന്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ 6 നേടിയ താരം എന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിയുടെ പേരിലാണ്. 72 സിക്സറുകളാണ് വൈഭവ് സൂര്യവംശി കരസ്ഥമാക്കിയത്. IPL ക്രിക്കറ്റിൽ പന്തിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 1000 റൺസ് തികയ്ക്കുന്ന താരമായി മാറിയത് വൈഭവ് സൂര്യവംശിയാണ്. വെറും 440 പന്തിൽ നിന്നാണ് 1000 റൺസ് തികച്ച് വൈഭവ് സൂര്യവംശി ഈ നേട്ടം കൈവരിച്ചത്. കൂടാതെ IPL ക്രിക്കറ്റിന്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിയുടെ പേരിലാണ്. 72 സിക്സറുകൾ നേടിയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് കിരീട ജേതാക്കളായത് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ആണ്. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് കിരീട ജേതാക്കളായത് RCB ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു ചാമ്പ്യന്മാരായത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 19ാം സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിനുള്ള ഓറഞ്ച് ക്യാപ്പ് കരസ്ഥമാക്കിയത് വൈഭവ് സൂര്യവംശിയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്നയാൾക്ക് നൽകുന്ന പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയത് കഗീസോ റബാദയുമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 19ാം സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവർക്ക് നൽകുന്ന ഓറഞ്ച് ക്യാപ്റ്റിന് അർഹനായത് വൈഭവ് സൂര്യവംശിയാണ്. 776 റൺസാണ് വൈഭവ് സൂര്യവംശി കരസ്ഥമാക്കിയത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്നവർക്ക് നൽകുന്ന പർപ്പിൾ ക്യാപ്പിന് അർഹനായത് കഗീസോ റബാദയുമാണ്. 29 വിക്കറ്റാണ് റബാദെ കരസ്ഥമാക്കിയത്. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കപ്പ് ജേതാക്കളായത് ഫ്രഞ്ച് ടീമായ PSG ആണ്. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കപ്പ് ജേതാക്കൾ PSG. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയത് വൈഭവ് സൂര്യവംശിയാണ്. 15 വയസ്സും 71 ദിവസവും പ്രായമായപ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വൈഭവ് സൂര്യവംശി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയത് വൈഭവ് സൂര്യവംശിയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു. ചണ്ഡീഗഡിൽ നടന്ന ടെസ്റ്റിൽ അഫ്ഗാനിസ്ഥാനെ ഒരു ഇന്നിംഗ്സിന് 300 റൺസിനുമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയത് അഫ്ഗാനിസ്ഥാനെതിരെയാണ്. 2026 ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ചൈനയാണ്. 2026 ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 1ാം സ്ഥാനത്തെത്തിയത് ചൈനയാണ്. ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളിയുമായി മാറിയത് കണ്ണൂർ സ്വദേശിയായ തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ്. ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളിയുമായി മാറിയത് കണ്ണൂർ സ്വദേശിയായ തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ്. ഖത്തർ ടീമിലാണ് ജംഷീദ് ഉൾപ്പെട്ടിരിക്കുന്നത്. സാഫ് കപ്പ് വനിതാ ഫുട്ബോളിൽ ഇന്ത്യയാണ് ചാമ്പ്യന്മാരായത്. മഡ്ഗാവിൽ നടന്ന ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. സാഫ് കപ്പ് വനിതാ ഫുട്ബോൾ ചാമ്പ്യന്മാർ ഇന്ത്യയാണ്. ഫൈനലിൽ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. മൊണോക്കോ ഗ്രാൻഡ് പ്രിയിൽ മെഴ്സിഡസ് ഡ്രൈവർ കിമി അന്റോണെല്ലിക്കാണ് കിരീടം. മൊണോക്കോ ഗ്രാൻഡ് പ്രിയിൽ കിരീട ജേതാവ് മെഴ്സിഡസിന്റെ ഡ്രൈവർ കിമി അന്റോണെല്ലിയാണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീട ജേതാവായത് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ആണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് റഷ്യയുടെ മിര ആൻഡ്രീവയാണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് റഷ്യയുടെ മിര ആൻഡ്രീവ. നോർവേ ചെസ്സിൽ ചാമ്പ്യനായത് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയാണ്. നോർവേ ചെസ്സിൽ ചാമ്പ്യനായത് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയാണ്. നോർവേ ചെസ്സിൽ വിജയിയാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ. നോർവേ ചെസ്സിൽ വിജയിയാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ.
സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യമാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ജേതാക്കളായത് ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യമാണ്. 23ാം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഉദ്ഘാടന മത്സരം നടന്നത് മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റക്ക സ്റ്റേഡിയത്തിലാണ്. 23ാം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിന് വേദിയായത് മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റക്ക സ്റ്റേഡിയമാണ്. 2026 നടന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിൽ 2026 ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകും. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇവിടെ കാർട്ടിലും നൽകിയേക്കാം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ജനനി. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ജനനി. റോബോട്ട് ബുദ്ധ സന്യാസിയായ ഗാബിയെ അവതരിപ്പിച്ച് ദക്ഷിണ കൊറിയ. റോബോട്ട് ബുദ്ധ സന്യാസിയായ ഗാബിയെ അവതരിപ്പിച്ച് ദക്ഷിണ കൊറിയ. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭയാണ് വർക്കല നഗരസഭ. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭ വർക്കല നഗരസഭയാണ്. ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനൊരുങ്ങുന്നത്. ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ സഹായധനം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയത് പശ്ചിമ ബംഗാളിലാണ്. അഴിമതി രഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രോജക്ട് സീറോ പദ്ധതി ആരംഭിച്ച് കേരള സർക്കാർ. അഴിമതി രഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രോജക്ട് സീറോ പദ്ധതി പ്രഖ്യാപിച്ച് കേരള സർക്കാർ. കേരള സർക്കാരിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞ പരിപാടിയാണ് തുടക്കം. കേരള സർക്കാരിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞ പരിപാടിയാണ് തുടക്കം. മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ ലോകമാന്യ മധു ദന്തവദെ ടെർമിനസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ലോകമാന്യ മധു ദന്തവദെ ടെർമിനസ് എന്നാണ്. മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ലോകമാന്യ മധു ദന്തവദെ ടെർമിനസ് എന്നാണ്. ഫ്രാൻസ് ആണ് 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസ് ആണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് മലേഷ്യ വിലക്കേർപ്പെടുത്തി. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് മലേഷ്യ വിലക്കേർപ്പെടുത്തി. ലഡാക്കിലെ ചുമർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമമാണ് ലഡാക്കിലെ ചുമർ. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം ലഡാക്കിലെ ചുമർ ആണ്. കേരളത്തിലെ വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും അടുപ്പിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കതിർ. കേരളത്തിലെ വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും അടുപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേര് കതിർ എന്നാണ്. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേഹത് മിഷൻ. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി സേഹത് മിഷനാണ്.
2026 ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ന്യൂഡൽഹിയാണ്. 2026 ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ന്യൂഡൽഹി. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അടുത്തിടെ അന്തരിച്ചു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ജസ്പാൽ റാണ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ജസ്പാൽ റാണയാണ്. പത്മശ്രീ, അർജുന അവാർഡുകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് രാജ്യം. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അടുത്തിടെ അന്തരിച്ചു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ജസ്പാൽ റാണ. സ്വതന്ത്ര ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി കൂടുതൽ ദിവസം പ്രധാനമന്ത്രി പദത്തിലിരുന്നെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നരേന്ദ്രമോദിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി കൂടുതൽ ദിവസം പ്രധാനമന്ത്രി പദത്തിലിരുന്നെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി പദവിയിൽ 4399 ദിവസമാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. സ്ത്രീ ശാക്തീകരണത്തിനായി 2026-27 കാലയളവിൽ രൂപവൽക്കരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ ഡി പുരന്തേശ്വരിയാണ്. സ്ത്രീ ശാക്തീകരണത്തിനായി 2026-27 കാലയളവിൽ രൂപവൽക്കരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ ഡി പുരന്തേശ്വരി. ഇന്ത്യൻ വ്യോമസേനയുടെ സർട്ടിഫൈഡ് ക്യാറ്റ് എ ഫ്ലൈയിംഗ് ഇൻസ്ട്രക്ടറായ ആദ്യ വനിതയാണ് സ്ക്വാഡ്രൺ ലീഡർ സാനിയ. ഇന്ത്യൻ വ്യോമസേനയുടെ സർട്ടിഫൈഡ് ക്യാറ്റ് എ ഫ്ലൈയിംഗ് ഇൻസ്ട്രക്ടറായ ആദ്യ വനിതയാണ് സ്ക്വാഡ്രൺ ലീഡർ സാന്യ. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി DK ശിവകുമാറാണ്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. ഡോക്ടർ എ കൗസികൻ കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. ഡോക്ടർ എ കൗസികൻ IAS ആണ് കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപവൽക്കരിച്ച ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ KM ചന്ദ്രശേഖറാണ്. കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപവൽക്കരിച്ച ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ KM ചന്ദ്രശേഖറാണ്. സഞ്ജയ് ജമുവാർ ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യത്തെ CEO ആയി നിയമിതനായി. സഞ്ജയ് ജമുവാർ ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യത്തെ CEO ആയിട്ട് നിയമിതനായി. മഹാകവി P. കുഞ്ഞിരാമൻ സ്മാരക കവിതാ പുരസ്കാരം, ഉള്ളൂർ അവാർഡും PP ശ്രീധരൻ ഉണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതിക്ക് ലഭിച്ചു. മഹാകവി P. കുഞ്ഞിരാമൻ സ്മാരക കവിതാ പുരസ്കാരവും ഉള്ളൂർ അവാർഡും കരസ്ഥമാക്കിയത് PP ശ്രീധരൻ ഉണ്ണിയാണ്. പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി യക്ഷികളുടെ പരിണാമം. മഹാകവി P. കുഞ്ഞിരാമൻ സ്മാരക കവിതാ പുരസ്കാരം നേടിയത് PP ശ്രീധരൻ ഉണ്ണിയാണ്. അതുപോലെ ഉള്ളൂർ അവാർഡ് നേടിയതും PP ശ്രീധരൻ ഉണ്ണിയാണ്. പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി യക്ഷികളുടെ പരിണാമം. 2025 മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഇന്ത്യൻ സൈന്യത്തിലെ മേജർ അഭിലാഷ ബരാക്കാണ്. 2025 മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ഇന്ത്യൻ സൈന്യത്തിലെ മേജർ അഭിലാഷ ബരാക്ക്. കൈരളി കലാസമിതി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫാണ്. കൈരളി കലാസമിതി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് കൊറിയൻ ബാൻഡായ BTS ആണ്. 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാക്കൾ BTS ആണ്. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ആണ്. ഇതിന്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ വയോജനങ്ങൾക്കായി വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരള സംസ്ഥാനമാണ്. രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ വയോജനങ്ങൾക്കായി വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരള സംസ്ഥാനമാണ്. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കേരള സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അൻപ് വീട്. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കേരള സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അൻപ് വീട്. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമാണ് കവച്. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമാണ് കവച്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പദ്ധതി പ്രാബല്യത്തിൽ വന്നത് 2026 ജൂലൈ 1 മുതലാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ അഥവാ VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് 2026 ജൂലൈ 1 മുതലാണ്.
ഇന്ത്യയിൽ ആദ്യമായി ലോ എമിഷൻ സോൺ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നഗരം പൂനെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ലോ എമിഷൻ സോൺ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നഗരം പൂനെയാണ്. ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണലായ സോജില തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയായി. കശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കപാതയുടെ നീളം 30.894 കിലോമീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണലായ സോജില തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയായി. കശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കപാതയുടെ നീളം 30.894 കിലോമീറ്റർ ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈലാണ് രുദ്രം 2. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈലാണ് രുദ്രം 2. മുൻ മന്ത്രി TU കുരുവിള അടുത്തിടെ അന്തരിച്ചു. പ്രശസ്ത മലയാള ചലച്ചിത്ര താരം സലീം കുമാർ അടുത്തിടെ അന്തരിച്ചു. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ P. ഭാരതിരാജയും അടുത്തിടെ അന്തരിച്ചു.